ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ 8152. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ പിറവത്താണ്. ഈ പിറവത്ത് ഇന്നൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ ഓണമൊക്കെ ഇങ്ങ് അടുത്ത്. ഓണം ഓഗസ്റ്റ് 26 ഇന്ന് ഓഗസ്റ്റ് 16. അത്തമാണ് ഇന്ന്. അത്തച്ചമയം കാണാനാണ് എത്തിയിരിക്കുന്നത്. വളരെ പ്രശസ്തമായ ഒരു തൃപ്പൂണിത്തുറ അത്തച്ചമയത്തെ പറ്റി എല്ലാവരും കേട്ടിരിക്കും. അതുപോലെ തന്നെ പ്രശസ്തമായ ഒരു ഒന്നാണ് നമ്മുടെ ഈ പിറവം അത്തച്ചമയ ഘോഷയാത്ര. അപ്പം അതിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. കേരളത്തിന്റെ മണ്ണിൽ ഓണം എത്തുമ്പോൾ നാടും നഗരവും ഒരുപോലെ ഉത്സവലഹരിയിലേക്ക് മാറുകയാണ്. പൂക്കളങ്ങളും ഓണക്കോടികളും ഓണപ്പാട്ടുകളും വള്ളംകളിയും നാടൻ കലാരൂപങ്ങളും എല്ലാം ചേർന്ന് കേരളത്തിന്റെ തനതായ സംസ്കാരത്തെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന കാലമാണ് ഓണക്കാലം. ഈ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് അത്തച്ചമയം. 2026 അത്തം നാളിന് വരവേൽക്കുമ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങൾ അരങ്ങേറുകയാണ്. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ മനോഹര നഗരമായ പിറവത്തിൻ്റെ അത്തച്ചമയ ആഘോഷമാണ്. മൂവാറ്റുപുഴയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പിറവം ചരിത്രവും പാരമ്പര്യവും മതസൗഹാർദ്ദവും കലയും പ്രകൃതി ഭംഗിയും ഒത്തുചേർന്ന നാടാണ്. ഈ നാടിൻ്റെ ഓണാഘോഷങ്ങൾക്ക് കൂടുതൽ നിറവും ആവേശവും നൽകുന്ന ഒന്നാണ് അത്തച്ചമയ ഘോഷയാത്ര. അത്തച്ചമയം എന്നത് ഓണത്തിൻ്റെ വരവറിയിക്കുന്ന ഒരു പ്രധാന ആഘോഷമാണ്. മലയാള കലണ്ടറിലെ ചിങ്ങമാസവുമായി ബന്ധപ്പെട്ട ഓണാഘോഷങ്ങളുടെ തുടക്കത്തിലാണ് അത്തമെത്തുന്നത്. 2026 അത്തനാൾ ഓഗസ്റ്റ് 16 ഞായറാഴ്ചയാണ്, അതായത് ഇന്നേ ദിവസം. ഈ ദിവസമാണ് കേരളത്തിൻ്റെ ഓണാഘോഷങ്ങൾക്ക് ഔദ്യോഗികമായും സാംസ്കാരികമായും വലിയ പ്രാധാന്യമുള്ള തുടക്കമായി കണക്കാക്കപ്പെടുന്നത്. അത്തം മുതൽ 10 ദിവസങ്ങൾ പിന്നിട്ടാണ് തിരുവോണം എത്തുന്നത്. 2026 തിരുവോണം ഓഗസ്റ്റ് 26 ബുധനാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അത്തം എത്തുന്നതോടെ കേരളമാകെ ഓണത്തിൻ്റെ ആവേശത്തിലേക്ക് കടക്കുന്നു. അത്തച്ചമയത്തിൻ്റെ ചരിത്രത്തിന് കൊച്ചി രാജകുടുംബവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. തൃപ്പൂണിത്തുറയിലായിരുന്നു കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനം. പഴയകാലത്ത് കൊച്ചി രാജാവ് പ്രജകളെ നേരിട്ട് കാണുന്നതിനായി വലിയ ഘോഷയാത്രയിൽ പുറപ്പെട്ടിരുന്ന പാരമ്പര്യമാണ് പിന്നീട് അത്തച്ചമയത്തിൻ്റെ പ്രധാന ചരിത്ര പശ്ചാത്തലമായി മാറിയത്. രാജാവിൻ്റെ യാത്ര മാത്രമായിരുന്നില്ല, ജനങ്ങൾക്കും കലാകാരന്മാർക്കും വിവിധ സമുദായങ്ങൾക്കും അവരുടെ കലയും സംസ്കാരവും അവതരിപ്പിക്കാനുള്ള അവസരമായിരുന്നു ഈ ആഘോഷം. കാലക്രമത്തിൽ രാജഭരണത്തിൻ്റെ കാലം അവസാനിച്ചെങ്കിലും അത്തച്ചമയം ഒരു ജനകീയ സാംസ്കാരിക ആഘോഷമായി തുടരുകയായിരുന്നു. ഇന്ന് അത്തച്ചമയം കേരളത്തിൻ്റെ പാരമ്പര്യവും കലയും ജനകീയ ഐക്യവും പ്രകടിപ്പിക്കുന്ന വലിയ സാംസ്കാരിക വേദിയാണ്. കേരള ടൂറിസവും അത്തച്ചമയത്തെ ഓണാഘോഷങ്ങളുടെ തുടക്കമായി കൊച്ചി രാജപാരമ്പര്യവുമായി ബന്ധപ്പെട്ട പ്രധാന സാംസ്കാരിക ആഘോഷമായി രേഖപ്പെടുത്തുന്നു. ഇനി നമുക്ക് പിറവത്തിലേക്ക് വരാം. മൂവാറ്റുപുഴയാറിൻ്റെ തീരത്തുള്ള പിറവം എറണാകുളം ജില്ലയുടെ പ്രധാനപ്പെട്ട ചരിത്ര സാംസ്കാരിക പ്രദേശങ്ങളിൽ ഒന്നാണ്. പിറവത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ പ്രകൃതി ഭംഗിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. വിവിധ മതവിഭാഗങ്ങളിലുള്ള ജനങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ പാരമ്പര്യവും പിറവത്തിനുണ്ട്. ക്ഷേത്രങ്ങളും പള്ളികളും പള്ളിയറകളും നദിയും വള്ളംകളിയും പ്രാദേശിക ആഘോഷങ്ങളും എല്ലാം ചേർന്നാണ് പിറവത്തിൻ്റെ സാംസ്കാരിക മുഖം. അത്തരമൊരു നഗരത്തിൽ അത്തച്ചമയം നടക്കുമ്പോൾ അതൊരു സാധാരണ ഘോഷയാത്രയായി മാത്രം മാറുന്നില്ല. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒരുമിക്കുന്ന വലിയൊരു ജനകീയ ആഘോഷമായി അത് മാറുന്നു. 2026 അത്തച്ചമയം എന്നത് ഓണത്തിൻ്റെ മറ്റൊരു ആഘോഷം മാത്രമല്ല, കേരളത്തിൻ്റെ തനതായ സംസ്കാരവും കലാരൂപങ്ങളും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഒരു അവസരം കൂടിയാണ്. അത്തച്ചമയ ഘോഷയാത്രകളുടെ പ്രധാന ആകർഷണങ്ങളിൽ സാധാരണയായി നാടൻ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, അലങ്കരിച്ച കെട്ടുകാഴ്ചകൾ, വിവിധ വേഷങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, സാമൂഹിക സന്ദേശങ്ങൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ചെണ്ടമേളത്തിൻ്റെ താളം ഉയരുമ്പോൾ അതിനൊപ്പം നാടൻ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ ഘോഷയാത്രയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആഘോഷത്തിൻ്റെ ഭാഗമാകും. അതുകൊണ്ട് തന്നെ അത്തച്ചമയ ഘോഷയാത്ര കാണാൻ എത്തുന്നവർക്ക് അതൊരു കാഴ്ച മാത്രമല്ല, ഒരു അനുഭവമാണ്. കേരളത്തിൻ്റെ സംസ്കാരത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിൽ അത്തച്ചമയ ഘോഷയാത്രകൾക്ക് വലിയ പങ്കുണ്ട്. കഥകളി, മോഹിനിയാട്ടം, തെയ്യം, പുലിക്കളി, കുമ്മാട്ടിക്കളി, കോൽക്കളി തുടങ്ങിയ വിവിധ കലാരൂപങ്ങളുടെ അവതരണങ്ങൾ പല അത്തച്ചമയ ഘോഷയാത്രകളിലും കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം ചെണ്ടമേളം, പഞ്ചവാദ്യം തുടങ്ങിയ വാദ്യകലകളും ആഘോഷത്തിന് കൂടുതൽ ആവേശം നൽകുന്നു. ഓണക്കാലത്ത് ഇത്തരം കലാരൂപങ്ങൾ ഒരേ വേദിയിൽ ഒന്നിക്കുമ്പോൾ അത് കേരളത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ മനോഹരമായ ഒരു ചിത്രമായി മാറുന്നു. പിറവം അത്തച്ചമയത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകത ജനങ്ങളുടെ പങ്കാളിത്തമാണ്. ഒരു ആഘോഷം വിജയിക്കണമെങ്കിൽ സംഘാടകരുടെ മാത്രം പരിശ്രമം മതിയാകില്ല. നാട്ടുകാരുടെ സഹകരണവും യുവാക്കളുടെ പങ്കാളിത്തവും കലാകാരന്മാരുടെ പ്രകടനങ്ങളും വിവിധ സംഘടനകളുടെ സഹകരണവും ആവശ്യമാണ്.
അത്തച്ചമയത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നത് ഈ കൂട്ടായ്മയാണ്. ഓണം എല്ലാവരുടെയും ആഘോഷമാണ് എന്ന ആശയം അത്തച്ചമയം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ജാതി മത പ്രായ വ്യത്യാസങ്ങൾ മറന്ന് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന നിമിഷങ്ങളാണ് ഇത്തരം ആഘോഷങ്ങളുടെ യഥാർത്ഥ സൗന്ദര്യം. ഓണവുമായി ബന്ധപ്പെട്ട് മലയാളികളുടെ മനസ്സിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന കഥ മഹാബലിയുടേതാണ്. മഹാബലിയുടെ കാലത്ത് എല്ലാവരും സമത്വത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. മാവേലി നാടുവാണീടും കാലം എന്ന് തുടങ്ങുന്ന ഓണപ്പാട്ട് ഇന്നും ഓരോ മലയാളിയുടെയും മനസ്സിൽ ഓണത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്നു. അത്തച്ചമയം ഈ ഓണ സന്ദേശത്തിന്റെ തുടക്കമെന്ന നിലയിൽ പ്രധാനമാണ്. പൂക്കളമിടുന്നതിന്റെ ആദ്യ ദിനം മുതൽ തിരുവോണത്തിന്റെ മഹത്തായ ആഘോഷം വരെ നീളുന്ന ഓണക്കാലത്തിന് അത്തമൊരു തുടക്കമാണ്. അതായത് അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലും കേരളം ഓണത്തിന്റെ വിവിധ നിറങ്ങളിലേക്ക് മാറുന്നു. ആദ്യ ദിവസങ്ങളിൽ ചെറിയ പൂക്കളങ്ങളിൽ നിന്ന് തുടങ്ങി ഓരോ ദിവസവും പൂക്കളത്തിന്റെ വലിപ്പവും ഭംഗിയും വർദ്ധിക്കുന്നു. വീടുകളിൽ ഓണക്കോടികൾ എത്തുന്നു, വിപണികൾ സജീവമാകുന്നു, ഓണസദ്യക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു, നാടൻ കലകളും ആഘോഷങ്ങളും കൂടുതൽ സജീവമാകുന്നു. ഇതിന്റെ തുടക്കത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് അത്തച്ചമയ ഘോഷയാത്ര. പിറവത്തെ ഈ ഘോഷയാത്ര എല്ലാ വർഷവും സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ആരംഭിച്ച് നമ്മുടെ പിറവം പാലത്തിന് ശേഷം ഇത് നിർത്തുകയാണ് പതിവ്. ഏകദേശം 2 മണിക്കൂർ എടുക്കുന്നതാണ് ഈ ഘോഷയാത്ര. അടുത്ത വർഷമെങ്കിലും നിങ്ങൾ ഇത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷമെങ്കിലും ഇത് മിസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഈ പിറവത്തുള്ള ഈ ഒരു ഘോഷയാത്ര പോലെ തന്നെ അതിലും പ്രശസ്തമാണ് തൃപ്പൂണിത്തറയിലെ അത്തച്ചമയ ഘോഷയാത്ര. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കണ്ടിട്ടില്ലാത്തവരുണ്ട് എങ്കിൽ അടുത്ത വർഷത്തെ നമ്മുടെ അത്തച്ചമയം അവിടെയായിരിക്കാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ അത്തച്ചമയം നമ്മുടെ പിറവത്ത് ജനങ്ങളോടൊപ്പം നമുക്ക് ആഘോഷിക്കാം. അത്തച്ചമയം കാണാൻ പിറവത്തെത്തുമ്പോൾ നഗരത്തിലെ മറ്റു പ്രധാന കാഴ്ചകൾ പരിചയപ്പെടാം. മൂവാറ്റുപുഴയാറിൻ്റെ തീരം, പിറവത്തിൻ്റെ പഴയ പള്ളികൾ, ക്ഷേത്രങ്ങൾ, പാലങ്ങൾ, വള്ളംകളിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ എന്നിവ പിറവത്തിൻ്റെ സാംസ്കാരിക മുഖം കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് ഓണക്കാലത്ത് പിറവത്തിൻ്റെ അന്തരീക്ഷത്തിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. നദിയും പച്ചപ്പും നഗരത്തിൻ്റെ തിരക്കുകളും ആഘോഷത്തിൻ്റെ നിറങ്ങളും ഒരുമിക്കുമ്പോൾ പിറവം മറ്റൊരു രൂപത്തിലാകും. അങ്ങനെ 2026 ഓണക്കാലത്തിലേക്ക് കേരളം കടക്കുമ്പോൾ അത്തച്ചമയം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്. ഓണം ഒരു വീട്ടിലെ ആഘോഷം മാത്രമല്ല, അതൊരു നാടിൻ്റെ ആഘോഷമാണ്, ഒരു സംസ്കാരത്തിൻ്റെ ആഘോഷമാണ്, ഒരുമയുടെ ആഘോഷമാണ്. പിറവം അത്തച്ചമയം ആ കൂട്ടായ്മയുടെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. വാദ്യവേളങ്ങളുടെ താളത്തിൽ, നാടൻ കലകളുടെ നിറത്തിൽ, ഓണപ്പൂക്കളുടെ സുഗന്ധത്തിൽ, ആയിരക്കണക്കിന് മനുഷ്യരുടെ സന്തോഷത്തിൽ പിറവം അത്തച്ചമയം വീണ്ടും നമ്മോട് പറയുന്നത് ഇതാണ്: ഓണം വരുന്നു, ഒരുമയുടെ ഓണം വരുന്നു. 2026 പിറവം അത്തച്ചമയത്തിൻ്റെ ഈ മനോഹരമായ കാഴ്ചകളും ചരിത്രവും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോയിൽ.
തിരുവോണ
ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയുടെ വൈൻഡപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ശുഭനാശംസകൾ.